ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ പോലും വെള്ളം മാറ്റേണ്ടാത്ത ഒരു കൃഷി രീതിയാണല്ലോ അക്വപോണിക്സ്. അതേ മെത്തേഡാണ് ഈ ടാങ്കിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ഓവർ ഹെഡ് ടാങ്കിലേക്ക് ശുദ്ധജലം സംഭരിക്കുന്നതിനായി ജോസേട്ടന്റെ അച്ഛൻ പണ്ട് താഴ്ത്തിയ 3 റിങ്ങുകളാണ് ഈ കാണുന്ന ടാങ്ക്. ഈ ടാങ്കിലേക്ക് വന്ന് നിറയുന്ന ശുദ്ധജലത്തെ പമ്പ് ചെയ്ത് ഓവർ ഹെഡ് ടാങ്കിൽ നിറച്ചാണ് ഉപയോഗിച്ചിരുന്നത്. റിങ്ങിനുള്ളിലെ കൃഷി രീതി സുപരിചിതമല്ലാത്തതിനാൽ വളരെ കുറച്ച് മീനുകളെ മാത്രമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത്. മീനുകൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടവും മീനുകളുടെ കാട്ടവും ഇവയെല്ലാം ടാങ്കിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയും അതുവഴി അമോണിയ ഫോം ചെയ്യാനും ഇടയാകും. ഇങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന അമോണിയ ജലത്തിൽ ഓക്സിഡേഷന് കാരണമാകുകയും തന്മൂലം ജലത്തിലെ ഓക്സിജൻ നിർവീര്യമായി പോവുകയും മീനുകളുടെ ശരിയായ ശ്വസന പ്രക്രിയ നടക്കാതിരിക്കുകയും മീനുകൾ ചത്തുപോകാൻ കാരണവുമാകും. അതുകൊണ്ട് എന്റെ വണ്ടി തള്ളാൻ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ല എന്ന് പണ്ട് ശ്രീ പവനായി കണ്ടുപിടിച്ച പോലെ ഒരു ടെക്നിക് ഞാനും ഇവിടെ ഒന്ന് പ്രയോഗിച്ചു നോക്കും. അഡീഷണലായി 2 ഡ്രമ്മുകൾ കൂടെ ടാങ്കിനെ ബന്ധപ്പെടുത്തി സ്ഥാപിച്ചിരിക്കുന്നതിനാൽ സദാസമയം ടാങ്കിലെ വെള്ളം ശുദ്ധീകരിക്കാൻ സാധിക്കുകയും ശുദ്ധീകരിച്ച ജലത്തെ ടാങ്കിലേക്ക് തന്നെ റീപ്ലേസ് ചെയ്യുന്നുമുണ്ട്. ഡ്രമ്മുകൾ രണ്ടും യഥാക്രമം ഫിൽട്ടർ യൂണിറ്റുകളായാണ് പ്രവർത്തിക്കുന്നത്. 2 ഡ്രമ്മുകളിൽ ആദ്യത്തേതിൽ വലയും മറ്റതിൽ അരേഞ്ച് മെറ്റലുമാണ്. ടാങ്കിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വല നിറച്ചിട്ടുള്ള ആദ്യത്തെ ഡ്രമ്മും അതിൽ നിന്നും അരേഞ്ച് മെറ്റൽ നിറച്ചിട്ടുള്ള രണ്ടാമത്തെ ഡ്രമ്മിലൂടെ ഫൈൻ ഫിൽട്രേഷനും കഴിഞ്ഞാണ് ടാങ്കിലേക്ക് വെള്ളം റീപ്ലേസ് ആവുന്നത്. ഇതുപോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ പ്രയോജനകരമാകുന്നത് ജലലഭ്യത തീരെ കുറവുള്ള പ്രദേശങ്ങളിലും വിയർപ്പിന്റെ അസുഖം കൂടുതലുള്ളവർ വസിക്കുന്ന ഇടങ്ങളിലുമാണ്. കാരണം പണിയെടുക്കണ്ടല്ലോ. വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് ഇതുപോലുള്ള ശുദ്ധജല മത്സ്യകൃഷി. എന്റെ വീട്ടിലെ പടുതാക്കുളത്തിലും ഞാൻ ചെയ്ത പോലെ ടാങ്കിൽ ആദ്യമായി വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളത്തിലൂടെ മീൻ കുഞ്ഞുങ്ങളിലേക്ക് രോഗം പടർത്താൻ സാധ്യതയുള്ള മൈക്രോ ബാക്ടീരിയാസിനെ നശിപ്പിക്കാൻ ഞാനിവിടെ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നല്ലേ, മഞ്ഞുകട്ടകൾ പോലെ വളരെ ശുദ്ധമെന്ന് തോന്നിക്കുന്ന നമ്മുടെ ഭക്ഷണത്തിന് രുചി പകരുന്ന ഉപ്പ്. ഹൈബ്രിഡ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളെയാണ് നിലവിൽ ടാങ്കിൽ വളർത്താനായി ഇട്ടേക്കുന്നത്. മീൻകുളത്തിലെ വെള്ളം ഇതുപോലെ ഫിൽട്ടർ ചെയ്ത് റീസൈക്ലിംഗ് ചെയ്യുന്നത് കൊണ്ട് വെള്ളം മാറ്റാൻ ബുദ്ധിമുട്ടില്ലാത്ത ഉൾപ്പെടെ ഗുണങ്ങൾ ഏറെയാണ്. മീനുകളുടെ കാട്ടം റീസൈക്ലിംഗ് മെത്തേഡിലൂടെ ഫിൽട്ടർ യൂണിറ്റുകളിൽ എത്തുകയും ഫിൽട്ടർ യൂണിറ്റിൽ കിടന്ന് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന കാട്ടം അമോണിയയായി രൂപാന്തരപ്പെടുകയും അമോണിയ വിഘടിച്ച് നൈട്രേറ്റ് ആയി മാറുകയും ഈ ഒരു ബയോകെമിക്കൽ റിയാക്ഷനിലൂടെ ഫിൽട്ടർ യൂണിറ്റിൽ ഫോം ചെയ്യുന്ന മൈക്രോ ബാക്ടീരിയ ഫിഷ് ടാങ്കിൽ എത്തുകയും അവ മീനുകൾക്ക് ഭക്ഷണവുമാകും. സോ 5% ഫുഡ് എക്സ്പെൻസ് നമുക്ക് ഇവിടെ റിഡ്യൂസ് ആവുന്നുണ്ട്. കൂടാതെ പ്രോട്ടീൻ കണ്ടന്റ് ഫുഡുകളായ മോസ്കിറ്റോ ലാവ, BSF ലാവ ഇവയും ഏറെ ഗുണം ചെയ്യും. ഒപ്പം അസോള ഉൾപ്പെടെ പച്ചിലകളും നൽകാവുന്നതാണ്. ഇവയൊക്കെ എക്സ്പെൻസ് കുറയ്ക്കുക മാത്രമല്ല മീനുകളുടെ അതിവേഗത്തിലുള്ള വളർച്ച കൂടുതൽ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള പുതിയ അപ്ഡേഷനുകൾക്കായി എന്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായി ഷെയറും ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.